സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമസംഹിതയായ വിശുദ്ധ ഖുർആനും പ്രവാചകൻ തിരുമേനിയുടെ വാക്കുകളും പ്രവർത്തികളും അംഗീകാരങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഓരോരുത്തരുടെയും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള ഒരു വാക്കാണ് നല്ല കുട്ടി, നല്ല മനുഷ്യൻ, നല്ല ഡ്രൈവർ, നല്ല യാത്രക്കാരൻ എന്നൊക്കെ. ഈ നല്ല എന്നുള്ള വിശേഷണം ലഭിക്കുന്നതിന് ഒരുപാട് കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇസ്ലാമിക ദൃഷ്ട്യ ഇസ്ലാം ജീവിതത്തെ ആരാധനയായിട്ടും ആ ജീവിതത്തിലുള്ള ഐഹിക ജീവിതത്തിൽ അതിൻ്റെ വ്യാപാരങ്ങളെ, വ്യവഹാരങ്ങളെ തീർത്തും ഈ ആരാധനാകർമ്മങ്ങളുടെ പരിപൂർത്തീകരണത്തിനുമായിട്ടാണ് ഉപയോഗിക്കുന്നത്, കാണുന്നത്, അല്ലെങ്കിൽ അതിനെ വീക്ഷിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് എത്ര വേണമെങ്കിലും സമ്പാദിക്കാവുന്നതാണ്. അതിന് എത്ര സമ്പാദിക്കണം എന്നുള്ളതിന് ഒരിക്കലും അല്ലാഹു നമ്മോട് ഒരു അതിർത്തി വെച്ചിട്ടില്ല, ഒരു പരിധി വെച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് ഒരു പരിധി വെച്ചിട്ടില്ല. മറിച്ച് എത്രയും വേണമെങ്കിൽ അവന് സമ്പാദിക്കാവുന്നതാണ്. പക്ഷേ സമ്പാദിക്കുന്ന സമ്പാദ്യം ഹലാലാവണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കിട്ടും പണമെങ്കിൽ ഇപ്പോൾ മനുഷ്യർക്ക് ദുഷ്ടത കാട്ടുവാൻ ഒട്ടും മടിയില്ല. കിട്ടിയതൊന്നും മതിയാവൂല, ദുരാഗ്രഹമാണ് മനുഷ്യൻ കാട്ടുന്നത്. 2 പണം കിട്ടുമെന്ന് കേട്ടാൽ അവർ മണ്ടും 18 കാതമെന്നെങ്കിൽ ഇതൊക്കെ നമ്മൾ മലയാള ഭാഷയിലും മലയാള കവികളും പറയുന്നതും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് മലയാള ഭാഷ ഉണ്ടാകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ തമിഴിൽ നിന്ന് മലയാളം ഉരുത്തിരിഞ്ഞ് വരുന്നതിന് മുമ്പ്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ മുഖേന നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വൈലുലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ വഇദാ ഖാലൂഹും ഔ വസനുഹും യുഖ്സിറൂൻ. വളരെ ലളിതമായിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു ആയത്താണത്. അളവ് തൂക്കങ്ങളിൽ കുറവ് വരുത്തുന്നവർക്ക് നാശം. അതായത് ജനങ്ങളിൽ നിന്ന് അളന്ന് വാങ്ങുകയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും? നന്നായി, ഒരിക്കലൊരു കുറവും വരുത്താതെ അവന് എന്ത് ചെയ്യും? കച്ചവടക്കാരൻ വാങ്ങും. അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായി കുറവ് വരുത്തുകയും ചെയ്യും. സത്യത്തിൽ ലളിതമായി കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടത് ഇങ്ങനെയാണ്: അങ്ങോട്ട് കൊടുക്കുമ്പോൾ കുറച്ച് കൊടുക്കുക, ഇങ്ങോട്ട് വാങ്ങുന്ന സമയത്ത് അങ്ങോട്ട് കൊടുക്കുന്ന കച്ചവടക്കാർ അങ്ങോട്ട് കൊടുക്കുന്ന സമയത്ത് നന്നായി കുറച്ച് കൊടുക്കുക. ആർക്കെങ്കിലും വിൽക്കുന്ന സമയത്ത് അത് കുറച്ച് കാണിക്കുകയും നമ്മൾ വാങ്ങുന്ന ആൾക്ക് നഷ്ടം വരുത്തുകയും ചെയ്യുക. ഈ രീതി ഒരിക്കലും ഭൂഷണമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജനങ്ങളിൽ നിന്ന് അളന്ന് വാങ്ങുകയാണെങ്കിൽ അത് വളരെ കണിശമായിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? അവന് അളന്ന് കൊടുക്കുക. തൂക്കി കൊടുക്കുകയോ ചെയ്യുമ്പോൾ നഷ്ടം വരുത്തുക. ഈ രീതി ഒരിക്കലും ശരിയല്ല എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ മുഖേന നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ മനുഷ്യന് സമ്പാദിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏത് രീതിയിൽ സമ്പാദിക്കണം എന്നുള്ളത് കൃത്യമായിട്ടുള്ള നിർദ്ദേശം വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നൽകുന്നുണ്ട്. ഹലാലായ ഭക്ഷണം മാത്രമേ നമ്മൾക്ക് ഭുജിക്കാൻ പാടുള്ളൂ, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കുക സുഹൃത്തുക്കളെ,
4 കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യാതെ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വിടുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ലാ തസൂലു ഖദമ അബ്ദിൻ, ഒരടിമയുടെ കാല് മുന്നോട്ടാണ്ട് വെക്കാൻ പറ്റൂല, അങ്ങനെ നീങ്ങുകയില്ല. യൗമൽ ഖിയാമ, അന്ത്യനാളിൽ, ഹത്താ യുസ്അല, അവനോട് ചോദ്യം ചെയ്യപ്പെടുന്നത് വരെ, അൻ അർബഈൻ, 4 കാര്യങ്ങളെ സംബന്ധിച്ച്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അൻ ഉംരിഹി ഫീമാ അഫ്നാഹു, തൻ്റെ ആയുസ്, തൻ്റെ വയസ്സ് എന്തിനു വേണ്ടി, ഏത് രീതിയിൽ, ഏത് രൂപത്തിൽ അവൻ ചിലവഴിച്ചു. അത് നശിപ്പിക്കുകയാണോ ചെയ്തത്, അത് നല്ല രീതിയിൽ വിനിയോഗിക്കുകയാണോ ചെയ്തത്. അതുപോലെ വൻ ഇൽമിഹി മാ ഫഅല, അവൻ പഠിച്ച വിജ്ഞാനം അവൻ എന്തിനു വേണ്ടി പ്രവർത്തിച്ചു. നന്മയ്ക്ക് വേണ്ടിയിട്ടാണോ അത് പ്രവർത്തിച്ചത്, തിന്മയ്ക്ക് വേണ്ടിയിട്ടാണോ പ്രവർത്തിച്ചത്. സാങ്കേതിക വിദ്യ അവൻ ഉപയോഗിക്കുന്ന മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ, അതല്ല അവൻ്റെ ഉപയോഗത്തിന് വേണ്ടിയിട്ടാണോ. അതുപോലെ വാൻ മാലിഹി, അവന്റെ ധനത്തെ പറ്റി ചോദിക്കും. മിൻ ഐന ഇക്തസബഹു, എവിടെ നിന്നാണ് അവൻ ഈ ധനം സമ്പാദിച്ചത്. വഫീമ അൻഫഖഹു, എന്തിനു വേണ്ടിയിട്ടാണ് അവൻ അത് ചെലവഴിച്ചത്. അനധികൃത മാർഗത്തിൽ കൂടിയാണോ സമ്പാദിച്ചത്. ചില ആളുകൾ വലിയ ധർമ്മിഷ്ഠന്മാരൊക്കെ ആയിരിക്കും, പക്ഷെ ആ സമ്പാദ്യം എവിടുന്ന് വന്നു എന്നുള്ളത് പലപ്പോഴും ആളുകൾ ചിന്തിക്കാറില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്രയെത്ര ആളുകൾ ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ മയക്കുമരുന്നും ഒക്കെ ഉപയോഗിക്കുകയും അത് വിൽക്കുകയും ചെയ്ത ആളുകൾ. ഒരുപക്ഷെ ചില രാജ്യങ്ങളിലെ ആളുകൾ ശിക്ഷയിൽ നിന്ന് ചിലപ്പോൾ രക്ഷപ്പെട്ടാൽ പോലും പിറ്റിയ ദിവസം തന്നെ രക്ഷപ്പെട്ടതൊന്നും ഓർക്കാതെ വീണ്ടും ആ പ്രവർത്തനത്തിലേക്ക് പോകുന്ന എത്ര ആളുകളുണ്ട്. സമ്പാദ്യം എന്ന് കേൾക്കുമ്പോൾ അതിയായ ജാഗ്രതയാണ്. അപ്പോൾ എവിടെ നിന്ന് സമ്പാദിച്ചു, എവിടെ ചെലവഴിച്ചു എന്ന് ചോദിക്കാതെ മുന്നോട്ടാണ് നീങ്ങാൻ നമുക്ക് സാധ്യമല്ല. അതുപോലെ വൻ ജിസ്മിഹി ഫീമ അബ്ല, അവന്റെ ശരീരത്തെ പറ്റി ചോദിക്കും, അവന്റെ തടിയെ സംബന്ധിച്ച് ചോദിക്കും, അവന്റെ ആരോഗ്യത്തെ പറ്റി ചോദിക്കും. എന്തിനു വേണ്ടി അത് നീ വിനിയോഗിച്ചു, ഏത് രീതിയിൽ അത് ഉപയോഗിച്ചു. നടത്തത്തെ പറ്റി ചോദിക്കും, ദൃഷ്ടിയെ പറ്റി ചോദിക്കും, കൈകൾ ചെയ്തതിനെ പറ്റി ചോദിക്കും, അവന്റെ ശരീരം മുഴുവൻ ചെയ്തതിനെ സംബന്ധിച്ച് ചോദിക്കും. അങ്ങനെ ഈ 4 കാര്യങ്ങൾ ചോദിക്കാതെ ഒരിക്കലും ഒരു വ്യക്തിക്ക് മുന്നോട്ട് അങ്ങോട്ട് പോകാൻ സാധ്യമല്ല എന്നതാണ്. അവൻ അളത്തത്തിൽ തൂക്കത്തിലും കുറവ് വരുത്തിയിട്ടുണ്ടോ, അങ്ങോട്ട് വിൽക്കുന്ന സമയത്ത് അവൻ നന്നായി ശ്രദ്ധിക്കുകയാണ്. അവന്റെ കൈ ഇങ്ങനെ വിറക്കും, തൂക്കുന്ന സമയത്ത് കൊടുക്കുമ്പോൾ കൈ വിറക്കും. ഇത്തിരി അങ്ങോട്ട് കൂടുതലിട്ട് കൊടുക്കാൻ കച്ചവടക്കാരൻ തയ്യാറാവൂല. അതുപോലെ വാങ്ങുന്നവന് നഷ്ടമുണ്ടോ ലാഭമുണ്ടോ എന്നുള്ള നോട്ടൊന്നും അവിടെ ഇല്ല. വാങ്ങുന്നവനത് വാങ്ങിപ്പോകും. ഇങ്ങോട്ടാണ് കച്ചവടക്കാരൻ വല്ലതും വാങ്ങുന്നതെങ്കിൽ അപ്പോൾ പൂർത്തിയായിട്ട് വാങ്ങുകയും ചെയ്യും. അങ്ങോട്ട് വിൽക്കുന്ന സമയത്ത് യാതൊരു നോട്ടവും ഇല്ല. ഒരു പക്ഷേ തൂക്കുന്ന തുലാസിലൊക്കെ കൃത്രിമം നടത്തിയേക്കാം. അപ്പൊ കൊടുക്കുന്നതും വാങ്ങുന്നതും ഒരേപോലെ ആയിരിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്ക് സുഹൃത്തുക്കളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്ത ഒരു ആളെ സംബന്ധിച്ച് പ്രത്യേകം പറയുന്നുണ്ട്. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഇങ്ങനെ എല്ലാവരെയും കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുദീർഘമായ ക്ലാസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ക്ലാസിന്റെ ഇടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങൾ മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. റസൂല് പറഞ്ഞു, ഇന്നല്ലാഹ ത്വയ്യിബുൻ, അല്ലാഹു ത്വയ്യിബ. എന്താ ത്വയ്യിബ്? നല്ലതാണ്.
നന്മയാണ്, ബർക്കത്താണ്, ത്വയ്യിബാണ്. നല്ല കാര്യങ്ങൾക്കൊക്കെ ത്വയ്യിബ് എന്ന് പറയും. അതുപോലെ അത് ത്വയ്യിബായതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കൂല ഇല്ലാ ത്വയ്യിബൻ, നല്ലതേ അല്ലാഹു തആല സ്വീകരിക്കുകയുള്ളൂ. വൈനല്ലാഹ അമറൽ മുഅ്മിനീന, പടച്ച തമ്പുരാൻ മുഅ്മിനീങ്ങളോട് കൽപ്പിച്ചു, മാ അമറ ബിഹിൽ മുർസലീന, മുർസലീങ്ങളോട് കൽപ്പിച്ചതൊക്കെ എല്ലാ മുഅ്മിനീങ്ങളോടും കൽപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആയത്ത് ഓതി. എന്താണ് ഓതിയത്? വളരെ വ്യക്തമായിട്ട് അമറൽ മുഅ്മിന ബിമാ അമറ ബിൽ മുർസലീന എന്നിട്ട് പറയാണ് റസൂലുള്ളാഹി ഫഖാല തആല അയ്യുഹർ റുസുൽ, യാ അയ്യുഹർ റുസുൽ, പ്രവാചകന്മാരെ, കുലൂ മിനത് ത്വയ്യിബാത്ത്, നിങ്ങൾ നല്ലത് മാത്രം നിങ്ങൾ ഭക്ഷിക്കുക. വഅമലു സ്വാലിഹൻ, നിങ്ങൾ നല്ലത് മാത്രം പ്രവർത്തിക്കുക. എന്നിട്ട് വീണ്ടും പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, കുലൂ മിനത് ത്വയ്യിബാത്തി, നിങ്ങളും നല്ലത് മാത്രം ഭക്ഷിക്കുക. മാ റസഖ്നാക്കും, നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന്. അങ്ങനെ പഠിപ്പിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുദീർഘമായ ക്ലാസ്സിൽ സുമ്മ ദക്കറ റജുല, പിന്നെ ഒരു മനുഷ്യന്റെ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്താ പറഞ്ഞത്? യുതീലു സഫർ, സുദീർഘമായ യാത്ര ചെയ്ത ഒരു മനുഷ്യനെ പോലെ. സുദീർഘമായ യാത്രയാണ്. ആ യാത്രയിൽ അശ്അസാണ്, മുടി ചട കുത്തിയിട്ടുണ്ട്. അഹ്ബറാണ്, ചടകുത്തിയിൽ മാത്രമല്ല ചെളി പുരണ്ടിട്ടുണ്ട്, പൊടി പുരണ്ടിട്ടുണ്ട്. എന്നിട്ട് ചെളി പുരണ്ടവനെ പോലെ, മുടി ചടകുത്തിയവനെ പോലെ, എന്നിട്ട് അവൻ യമുദ്ദു യദൈഹി, കൈകൾ നീട്ടും. എന്നിട്ട് അവൻ പറയും, യാ റബ്ബി യാ റബ്ബി യാ റബ്ബി എന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. അവൻ നിസ്കരിച്ചിട്ടുണ്ടായിരിക്കും, നോമ്പ് നോറ്റിട്ടുണ്ടായിരിക്കും, സക്കാത്ത് ഒരുപക്ഷെ സക്കാത്തും കൊടുത്തിട്ടുണ്ടായിരിക്കും, ഹജ്ജ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ അവൻ എത്ര പ്രാർത്ഥനക്കും ഉത്തരം കിട്ടാതെ നിരന്തരം കൈകൾ നീട്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. യാ റബ്ബി യാ റബ്ബി യാ റബ്ബി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ റസൂല് പറയാണ്, മത്അമു ഹറാം, അവന്റെ ഭക്ഷണം ഹറാമാണ്. വമശ്റബുഹു ഹറാം, അവന്റെ പാനീയങ്ങൾ ഹറാമാണ്. വമൽബസു ഹറാം, അവന്റെ വസ്ത്രവും ഹറാമാണ്. വഖുദിയ ബിൽ ഹറാം, ഹറാമിൽ മുങ്ങി കുളിച്ചിരിക്കുകയാണ്. നല്ല നിസ്കാരക്കാരനാണ്, നല്ല നോമ്പുകാരനാണ്, നല്ല ഹജ്ജ് ചെയ്യുന്നവനാണ്. എന്നിട്ട് അന്നാ യുസ്തജാബു ലഹു, എങ്ങനെയാണ് അവന് ഉത്തരം കിട്ടുക? ഒരു നിലക്കും അവന് ഉത്തരം കിട്ടുകയില്ല. ഉദിയ ബിൽ ഹറാം, അന്നാ യുസ്തജാബു ലാലിക്ക, എങ്ങനെയാണ് ഉത്തരം കിട്ടുക എന്ന് പറയാണ്. അപ്പോൾ വസ്ത്രം നന്നാകാതെ, ഭക്ഷണം നന്നാകാതെ, ഇടപാടുകൾ നന്നാകാതെ ഒരിക്കലും ഒരു മനുഷ്യന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ടായിരിക്കും എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റുള്ളവരോട് ഫത്വ ചോദിക്കേണ്ട, മൗലവിയോട് ഫത്വ ചോദിക്കേണ്ട വിഷയമല്ല, മുസ്ലിയാരോട് ഫത്വ ചോദിക്കേണ്ട വിഷയമല്ല. മറിച്ച് ഫത്വ സ്വന്തത്തോട് തന്നെ ചോദിച്ചു നോക്കിയാൽ മതി, എന്താണ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തത് എന്നുള്ളത്. സത്യസന്ധനായ കച്ചവടക്കാരൻ ലഭിക്കുന്ന ഉന്നതമായ പദവിയെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ സുഹൃത്തുക്കളെ? ആരെ കൂടെയാണ് അവൻ ജീവിക്കുക സ്വർഗത്തിൽ? ആരുടെ പദവിയായിരിക്കും അവന് കിട്ടുക? അത്താജിറു സദൂഖുൽ അമീനു, വിശ്വസ്തനായ സത്യസന്ധനായ കച്ചവടക്കാരൻ, മാൻ നബിയീന, പ്രവാചകന്മാരോടൊപ്പം അവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. സിദ്ദീഖീന, സിദ്ദീഖീങ്ങളെ കൂടെ അവന് സ്വർഗത്തിൽ
സഞ്ചരിക്കാൻ സാധിക്കും. വശുഹദാ, രക്തസാക്ഷികളോടൊപ്പം അവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. കേവലം ലാഭമുണ്ടാക്കാനുള്ള മാർഗമല്ല കച്ചവടം എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. മറിച്ച് ജനങ്ങളെ സേവിക്കുകയും അതുവഴി അള്ളാഹുവിൻ്റെ പ്രീതി നേടലുമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ചതിയും വഞ്ചനയും ഒരിക്കലും ഇസ്ലാം എന്ത് ചെയ്യുന്നില്ല, അനുവദിക്കുന്നില്ല. ഖുർആന്റെ താക്കീത് നമ്മൾ നേരത്തെ കേട്ടതാണ്. അത് കോമൺ ആയിട്ട് പറഞ്ഞൊരു കാര്യമാണെങ്കിലും ഏത് ആധുനിക കാലഘട്ടത്തേക്കും യോജിച്ചതാണ്. സാങ്കേതിക വിദ്യകളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക തട്ടിപ്പുകൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആർക്കും അറിയാത്തത് കൊണ്ടല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, സാങ്കേതിക വിദ്യ മുഖേന ഡീപ് ഫേക്ക് തട്ടിപ്പുകൾ, ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ശബ്ദമോ വീഡിയോയോ കൃത്രിമമായി നിർമ്മിച്ച് പണം ട്രാൻസ്ഫർ ചെയ്യുന്ന രീതി ഇന്ന് സുലഭമായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ സിന്തറ്റിക് ഐഡന്റിറ്റി, യഥാർത്ഥ വിവരങ്ങളും വ്യാജ വാർത്തകളും കൂട്ടിച്ചേർത്ത് പുതിയൊരു വ്യക്തിത്വം സൃഷ്ടിച്ച് ലോണുകളും ക്രെഡിറ്റ് കാർഡുകളും തരപ്പെടുത്തുന്ന രീതി നമ്മുടെ നാട്ടിൽ പുതിയ രൂപത്തിലും ഭാവത്തിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലൂടെ വളരെ വ്യക്തമായിട്ട് ലളിതമായ ഭാഷയിൽ ആ കാര്യത്തിൻ്റെ ചെറിയ രൂപം വിശദീകരിച്ചു തന്നു. ബാക്കി നമ്മൾ കണക്ക് കൂട്ടിയാൽ മതി. അതുപോലെ തന്നെ കോർപ്പറേറ്റ് രംഗത്ത്, വ്യവസായ രംഗത്തെ കൃത്രിമങ്ങൾ, അക്കൗണ്ടിങ് തട്ടിപ്പുകൾ എന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പത്രങ്ങളിലൂടെ, വാർത്താ മാധ്യമങ്ങളിലൂടെ ലാഭം പെരുപ്പിച്ച് കാണിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, വരവ് ചെലവ് കണക്കുകളിൽ കൃത്രിമം കാണിക്കുക, നികുതി വെട്ടിക്കാൻ വരുമാനം കുറച്ച് കാണിക്കുക. ഞാൻ ആ വിശദീകരണങ്ങളിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന യുവാക്കൾക്കൊക്കെ നന്നായി അറിയുന്ന ഓരോ സംഭവങ്ങൾ. അതുപോലെ ഗ്രീൻ വാഷ്, പരിസ്ഥിതി സൗഹൃദമല്ലാത്ത ഉൽപ്പന്നങ്ങൾ, ആ ഉൽപ്പന്നങ്ങൾ ഇക്കോ ഫ്രണ്ട്ലിയാണെന്ന് വ്യാജമായി പരസ്യം നൽകി ഉപഭോക്താക്കളെ പറ്റിക്കുന്ന കാഴ്ച ഇന്ന് യഥേഷ്ടം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്താണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, തമിഴ്നാട്ടിലൂടെ നമ്മൾ പോയി നോക്കിയാൽ, ചില പച്ചക്കറി തോട്ടങ്ങളുടെ പോയി നോക്കിയാൽ ഇതാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ഇത് കേരളത്തിൽ വിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതാർക്കാണ്? ഇത് ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നാടൻ പച്ചക്കറി എന്നൊക്കെ പറഞ്ഞിട്ട് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കീടനാശിനി ഉപയോഗിച്ച പച്ചക്കറി തന്നെ വഴിയിൽ വെച്ച് ഇത് എൻ്റെ വീട്ടിലുണ്ടാക്കിയതാണ് വിൽക്കുക, നാടനാന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിയപ്പോൾ ഞങ്ങൾ നാട്ടിലൊക്കെ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. മത്സ്യം, ഇത് ബേപ്പൂരിൽ നിന്ന് പിടിച്ച പുതിയ ഫ്രഷായ മത്സ്യമാണ്, അല്ലെങ്കിൽ ചാലിയത്ത് നിന്ന് പിടിച്ചതാണ്, ഇത് ഐസ് ഇടാത്തതാണ്. ഏതോ കാലഘട്ടത്ത് പിടിച്ച മത്സ്യങ്ങൾ തമിഴ്നാട്ടിൽ നിന്നോ ഗോവയിൽ നിന്നോ മറ്റ് സ്ഥലങ്ങളിൽ നിന്നോ കൊണ്ടുവരുന്ന മത്സ്യങ്ങളായിരിക്കും. പക്ഷേ നൈമിഷികമായ ചില ചെറിയ സമ്പാദ്യത്തിന് വേണ്ടി മാത്രമാണ് അതവൻ ഉപയോഗിക്കുന്നത് എന്നവൻ ഓർക്കേണ്ടതുണ്ട്. അതുപോലെ എത്രയെത്ര വെറും പേപ്പറിൽ മാത്രം നിലനിൽക്കുന്ന കമ്പനികൾ വഴി കള്ളപ്പണം വെളുപ്പിക്കുന്ന, നികുതി വെട്ടിലാക്കുന്ന സമ്പ്രദായം നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കച്ചവട രംഗത്ത് വ്യാജ ഇൻവോയ്സുകൾ, സേവനങ്ങളോ ഉൽപ്പന്നങ്ങളോ നൽകാതെ തന്നെ വ്യാജ ബില്ലുകൾ അയച്ച് പണം തട്ടുക, ഓൺലൈൻ ഷോപ്പിംഗ് ചതികൾ, പ്രമുഖ ബ്രാൻഡുകളുടെ വ്യാജ വെബ്സൈറ്റുകൾ നിർമ്മിച്ച് കുറഞ്ഞ വിലയിൽ ഉൽപ്പന്നങ്ങൾ വാഗ്ദാനം ചെയ്ത് ഓർഡറുകൾ സ്വീകരിക്കുക. അതുപോലെ തന്നെ 3 കൊല്ലം കൊണ്ട് ഇത് കായ്ക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഫലങ്ങൾ, അല്ല ചെടികൾ വിതരണം ചെയ്യും. ഞാനൊക്കെ എത്രയോ വാങ്ങിപ്പെട്ടതാണ്. 10 കൊല്ലമായാലും ഇത് കായ്ക്കൂല. കാരണം എന്താണെന്ന് വെച്ചാൽ പേരിൽ, ലാബിൽ മാത്രമേ അത് ഉണ്ടായിരിക്കുകയുള്ളൂ. അതുപോലെ വിതരണ ശൃംഖലയിലെ കൃത്രിമങ്ങൾ, ഗുണനിലവാരം കുറഞ്ഞ അസംസ്കൃത വസ്തുക്കളെ ചേർത്ത് ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് ബ്രാൻഡ് വിലക്ക് വിൽക്കുന്ന രീതികൾ, നിക്ഷേപ മേഖല തട്ടിപ്പുകൾ അതിനേക്കാൾ കൂടുതലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ പുതിയ നിക്ഷേപങ്ങളുടെ പണം
നിക്ഷേപകരുടെ പണം എന്ത് ചെയ്യും? സ്വീകരിക്കുകയും നിക്ഷേപകർക്ക് ലാഭം നൽകുന്ന രീതി. ഇത് ഒടുവിൽ പെടുന്ന സന്ദർഭത്തിൽ കക്ഷിയുടെ വീടിൻ്റെ മുമ്പിലും കടയുടെ മുമ്പിലും ക്യൂ നിൽക്കുകയും പിന്നീട് പത്രങ്ങളിലൊക്കെ അത് വരും. പിന്നെ ക്രിപ്റ്റോ തട്ടിപ്പുകൾ, ബിസിനസ് നിക്ഷേപം എന്ന പേരിൽ വ്യാജ ക്രിപ്റ്റോ കറൻസികളോ ടോക്കണുകളോ ഒക്കെ ഇറക്കി പണം തട്ടുന്ന രീതി. ബിസിനസ്സിൽ കൃത്രിമമായ രേഖകൾ ഓഡിറ്റിങ് ഉറപ്പാക്കുന്നത് കൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ പ്രായോഗികമായ വശം ഏതൊരാളും കൃത്യമായ രീതിയിൽ ടാക്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം സുഹൃത്തുക്കളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ്, ഇതൊക്കെ നമുക്ക് തട്ടിപ്പുകളെ പറ്റൊക്കെ നമുക്കറിയാം, ഇതിലേക്ക് കടക്കുന്നില്ല. റസൂലുള്ളാഹി പറഞ്ഞൊരു ഹദീസ്, മൻ ഗശന ഫലൈസ മിന്ന. റസൂൽ പറഞ്ഞ ആരെങ്കിലും നമ്മെ വഞ്ചിച്ചാൽ, ചതിച്ചാൽ, നമ്മൾ ആരെങ്കിലും നമ്മെ ചതിച്ചാൽ, നമ്മെ വഞ്ചിച്ചാൽ അവൻ നമ്മിൽപ്പെട്ടവനല്ല. കച്ചവടക്കാരനെ വഞ്ചിച്ചാൽ, ഇന്നയാളെ വഞ്ചിച്ചാൽ എന്നൊന്നുമല്ല പറഞ്ഞിട്ടുള്ളത്. ആരെങ്കിലും നമ്മെ വഞ്ചിച്ചാൽ ഒന്നിച്ച കോമൺ ആയിട്ടാണ്. അതായത് ഒരു വ്യക്തിയെ വഞ്ചിച്ചാൽ ആ വഞ്ചന സമൂഹത്തെ വഞ്ചിച്ചതിന് തുല്യമാണ്. ആ വ്യക്തി മുസ്ലിം ആണെങ്കിൽ അത് പ്രവാചകനെ ബാധിക്കുന്നതാണ്, ഇസ്ലാമിനെ ബാധിക്കുന്നതാണ്, മതത്തെ ബാധിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുന്നത്. വൻ വശന ഫലൈസ മിന്ന. എന്നാൽ ഇക്കാലത്തെ ചതിയുടെ രൂപവും ഭാവവും മാറി. ഒന്നെടുത്താൽ രണ്ടെണ്ണം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, വിറ്റഴിക്കൽ, കാലിയാക്കൽ, പഴയ സാധനം പുതിയ വിലക്ക്, കാലാവധി കഴിഞ്ഞപ്പോൾ പുതിയ സ്റ്റിക്കർ ഒടിച്ച് വിൽക്കൽ, ഇങ്ങനെ ഹറാമായ സമ്പാദ്യത്തിന്റെ ദുരന്തങ്ങൾ ധാരാളമാണ് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തു, കുല്ലു ജസദി, എല്ലാ ഓരോ ശരീരവും, നബത്ത, ആ ശരീരം വളർന്നു വലുതായത്, സ്വത്ത് ഭക്ഷിച്ചിട്ടാണ്, മോശപ്പെട്ട ഭക്ഷണം ഭക്ഷിച്ചിട്ടാണ്, അനർഹമായ ഭക്ഷണം ഭക്ഷിച്ചിട്ടാണ് എങ്കിൽ അവന് ഏറ്റവും ഉത്തമം നരകമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ട്. ഹറാമായ പണം കുടുംബത്തിന്റെ ബർക്കത്തില്ലാതാക്കുന്നില്ല, കുടുംബത്തിലെ റഹ്മത്തില്ലാതാക്കും, കുടുംബത്തിലെ സന്തോഷമില്ലാതാക്കും. അങ്ങനെ ഏത് കാലഘട്ടത്തും തലമുറകളായി ഈ ഹറാമായ ഭക്ഷണം കൈമാറിക്കൊണ്ടിരിക്കും. ഒരിക്കലും പരിഹാരം കാണാത്ത ഒരു തെറ്റായി അത് എന്നും അവശേഷിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഹറാമായ ഭക്ഷണം കഴിച്ചാൽ അവൻ്റെ ശരീരം മാത്രമല്ല ഹറാമാകുന്നത്, അവൻ്റെ മക്കളുടെ ശരീരം ഹറാമാകുന്നു, അവരുടെ സന്താന പരമ്പരകൾ മുഴുവൻ ഹറാമായി മാറുന്നു എന്നുള്ളതാണ്. ഒരിക്കലും മാറ്റാൻ കഴിയാത്ത ചെയ്ത തെറ്റുകളുടെ ശിക്ഷ എന്നും. ആരെങ്കിലും ഒരു നല്ല കർമ്മം ചെയ്താൽ അത് ചെയ്തവൻ അത് കൂലിയുണ്ട്, അത് പിന്നീട് ചെയ്യുന്നവരുടെ കൂലിയുമുണ്ട്. ആരെങ്കിലും മൻസന്ന സുന്നത്തൻ സയ്യത്തൻ, ചീത്ത പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നതെങ്കിൽ ഫലഹു വിസുറുഹ, അവനതിൻ്റെ ശിക്ഷയുണ്ട്. വിസുറു മൻ അമില ബിഹ, അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവൻ്റെ ശിക്ഷയുമുണ്ട്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസിൻ ബില്ലാഹ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോട് ഉപദേശിക്കാൻ വസിയത്ത് ചെയ്യുകയാണ്. കൃത്രിമമായ മാർഗങ്ങൾ, വഞ്ചന, താൽക്കാലിക ലാഭങ്ങൾ മുഖേന നാം കടബാധ്യതയുള്ളവരായി മാറുകയാണെന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടമുള്ള ആളെ പേരിൽ നിസ്കരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭയങ്കര മടുപ്പായിരുന്നു. വേറെ ആരെങ്കിലും ഏറ്റെടുത്തെങ്കിൽ മാത്രമേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെയുള്ളത് ചില്ലറ കടങ്ങളല്ല, മറിച്ച് ചില കാശൊക്കെ ആണെങ്കിൽ ആർക്കെങ്കിലും ഏറ്റെടുക്കാം.
പക്ഷേ ഇവൻ ചെയ്യുന്ന ബാധ്യത എന്ന് പറയുന്നത് ഇത്തരം മാർഗങ്ങളിലുള്ള സമ്പാദ്യം കൊണ്ട് വലിയൊരു ബാധ്യതയാണ് ഉണ്ടാക്കി പോകുന്നത്. ഒരിക്കലും സമൂഹത്തിൽ നിന്ന് അത് ദൂരീകരിക്കാൻ നമുക്ക് സാധ്യമല്ല. കാശാണെങ്കിൽ നമുക്ക് കൊടുത്തിട്ട് അത് പരിഹരിക്കാമായിരുന്നു. പക്ഷെ ചെയ്ത വിനകൾ എങ്ങനെ ഒഴിവാകും? മറ്റുള്ള അവകാശങ്ങൾ വകവെച്ച് കൊടുക്കുന്നതിലൂടെ എന്നതിന്റെ ഗൗരവം അവൻ മനസ്സിലാക്കുന്നില്ല. നഫ്സുൽ മുഅ്മിൻ മുഅല്ലഖത്തുൻ ബിദൈനിഹി ഹത്താ യഖ്ളിയനഹു. ഒരു മനുഷ്യന്റെ നഫ്സ്, ശരീരം, അവന്റെ മനസ്സ്, അതെന്താണ്? ആത്മാവ് അവന്റെ കടബാധ്യത കാരണം തടയപ്പെട്ടുകൊണ്ടിരിക്കും അത് വീട്ടുന്നത് വരെ. കച്ചവടത്തിലെ കടമായാലും വ്യക്തിപരമായ കടമായിരുന്നാലും കൃത്യസമയത്ത് വീട്ടുക. എന്നാൽ വീട്ടാൻ കഴിയാത്ത കടമാണ് സുഹൃത്തുക്കളെ, എന്നത് നിലനിൽക്കുന്ന കടമാണ് മായം ചേർത്ത ഭക്ഷണങ്ങൾ വിൽക്കുന്നതിലൂടെയും അതുപോലെ തന്നെ ആധുനിക ബിസിനസ്സിലൂടെയുള്ള സമ്പാദ്യത്തിലൂടെയും. അത് എങ്ങനെ പരിഹരിക്കും എന്നുള്ളതാണ്. ഏത് രൂപത്തിൽ പരിഹരിക്കും? ഇപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞ് അവിടെ മയ്യത്ത് നിസ്കരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ബാധ്യതകൾ, ആ ബാധ്യതകളെ ഏറ്റെടുക്കും. പക്ഷെ ഈ ബാധ്യത എങ്ങനെ ആരെ ഏറ്റെടുക്കും? തീർത്താ തീരാത്ത ബാധ്യത, ഏത് കാലഘട്ടം നിലനിൽക്കുന്ന ബാധ്യത, അത് തൗബയിലൂടെ പരിഹരിക്കണമെങ്കിൽ കുറച്ച് നിയമങ്ങളുണ്ട്. എങ്ങനെയാണ് തൗബയിലൂടെ ഒരു കാര്യം പരിഹരിക്കുക? ആ യുക്തനിയനിൽ മാസിയ, പാപത്തെ പിഴുതെറിയുക. എങ്ങനെ ഇവിടെ പിഴുതെറിയാൻ സാധിക്കുക? ചെയ്ത പാപത്തെ എങ്ങനെ ഒഴിവാക്കുക? ഇനി ഒഴിവാക്കാൻ കഴിയുമോ? കാരണം അത് നിലനിൽക്കുന്ന ഒരു പാപമായി മാറി. വാൻ എന്താ മാലാഫീല്, അത് സാധിച്ചേക്കാം. ചെയ്ത പ്രവർത്തനത്തെ പറ്റി ഖേദിക്കുക. വാൻ യാസിമ അല്ല യഊദ ഇലൈഹ അബദ, ഇനി ഒരിക്കലും അതിലേക്ക് പോവുകയില്ല എന്ന് തീരുമാനിക്കുക. ശുദ്ധികൾക്കും ഇടയിലുള്ള പ്രശ്നമാണെങ്കിൽ പൊരുത്തപ്പെട്ടിരിക്കുക. ചെയ്ത് തെറ്റായി പോയി എന്ന് പറയുക. അള്ളാഹുവിൻ്റെ ഇടയിലുള്ള ബാധ്യതയാണെങ്കിൽ അള്ളാഹുവിനോട് പറയുക. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം, ഈ പാപം, ഈ ബാധ്യത നിലനിന്ന് പോയി എത്രയോ കാലങ്ങളോളം അതിൻ്റെ വീന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക, നാഥാ എനിക്ക് നീ ഹലാല് തന്നാ മതി. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക, ഹറാമ് തരാതെ പഠിച്ചവനെ എനിക്ക് ഹലാല് തന്നാ മതി. വഅഗ്നീനി ബിഫദ്ലിക അൻമാ സിവാക, ആളുകളുടെ ഇടയിൽ ഇരക്കാതെ കൈ നീട്ടാതെ എന്നെ നീ ധന്യനാക്കിയാൽ മതി. പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഇത്തരം തട്ടിപ്പുകൾ നടത്തിയിട്ടെങ്കിൽ എങ്ങനെ ഇത് ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നീ എനിക്ക് ഹലാൽ തന്നാൽ മതി എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ബിസിനസ് രംഗത്ത് അവൻ ചെയ്തിരിക്കുന്ന വിന വലിയ വിനയാണ്. ആ വിന ഒരിക്കലും എടുത്തു കളയാൻ കഴിയുകയില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി, മനോവിഷമത്തിൽ ഞാൻ നിന്നോട് ശരണം തേടുന്നു പടച്ചവനെ. അതുപോലെ വൽ ഹുസ്നി, ദുഃഖത്തിൽ നിന്ന്, വഅഊദു ബിക മിനൽ കസൽ വൽ അജ്സ്, പല രീതിയിൽ വന്നിട്ടുണ്ട്. മടിയിൽ നിന്ന്, അശക്തമായ കാര്യത്തിൽ നിന്ന്, ആളുകൾ ജുബ്നി വൽ ബുഖ്ലി, ഭീരുത്വത്തിൽ നിന്ന്, പിശുക്കിൽ നിന്ന്, വഅഊദു ബിക മിൻ വലബത്തി ദൈനി, കടം പെരുകുന്നതിൽ നിന്ന്, അതുപോലെ ഖഹ്രി റിജാൽ, മറ്റുള്ളവരുടെ അതിജയത്തിൽ നിന്ന്. ഈ കടം പെരുകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് ശരണം തേടുന്നു എന്ന് എങ്ങനെയാണ് സുഹൃത്തുക്കളെ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുക ഇത്തരം വിനകൾ ചെയ്താൽ? കാരണം ഇത് ഏറ്റവും വലിയ കടമായി അവശേഷിക്കുകയാണ്, വീട്ടാൻ കഴിയാത്ത കടമായി അവശേഷിക്കുകയാണ്. അപ്പൊ അത്തരം കടങ്ങൾ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടുള്ള കഠിന ശ്രമമാണ് നടേണ്ടത്. ആധുനിക യുഗത്തിൽ ഇത്തരം കടങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുക. മൻ അൻദറ മുഅസ്സിറൻ ഔ വളഅൻഹു അല്ലല്ലഹു അല്ലാഹു ഫിൽ ലില്ലി, ആരെങ്കിലും ഒരു പ്രയാസപ്പെട്ട ആൾക്ക്
വല്ല എളുപ്പം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ, കടബാധ്യതകളോ മറ്റുള്ള കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു തണലുമില്ലാത്ത ദിവസം അള്ളാഹുവിന്റെ അർശിന്റെ തണൽ കൊടുക്കും എന്ന് പറയുകയാണ്. പക്ഷെ എങ്ങനെയാണ് ഇവന് എളുപ്പം ചെയ്തു കൊടുക്കുക? കടമുള്ള ആൾക്ക് വേണമെങ്കിൽ കാശാണെങ്കിൽ നമുക്ക് വീട്ടാം. പക്ഷെ ഇങ്ങനെയുള്ള വിന എന്ന് പറയും, ഇങ്ങനെ ഉണ്ടാക്കിയ ഈ കഷ്ടപ്പാട്, ഈ ദുരന്തം എങ്ങനെയാണ് ഒരു ബാധ്യതയായി എന്ന് നിലനിൽക്കുകയാണ്. കടം എന്ന് പറയുന്ന ഒരാൾക്ക് പൈസ കൊടുത്തിട്ട് ഇങ്ങോട്ട് തിരിച്ചു വാങ്ങുന്നത് അത് മാത്രമല്ല കടം എന്ന് പറയുന്നത്. ബാധ്യത എന്ന് പറയുന്നത് വലിയൊരു ബാധ്യതയാണ്. എല്ലാ ബാധ്യതകളും ഏറ്റെടുക്കുന്നു എന്ന് മക്കൾ പറയും. ആ സമയത്ത് ഇവൻ ചെയ്ത ഈ പാപത്തിന്റെ ബാധ്യതകൾ അങ്ങനെ ഏറ്റെടുക്കാൻ സാധിക്കുമോ സുഹൃത്തുക്കളെ? ഒരു നിലക്കും ഇത് ഏറ്റെടുക്കാൻ സാധ്യമല്ല. ഏറ്റെടുക്കാൻ കഴിയാത്ത ബാധ്യതയാണത്. ഗുണപരമായ ചില പ്രായോഗിക കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സമൂഹത്തിൽ ഇന്ന് കണ്ടുവരുന്ന തെറ്റായ പ്രവണതകളെ തിരുത്താൻ വേണ്ടി നമുക്ക് കഴിയണം. അമിത ലാഭം, മരുന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. അത്യാവശ്യ ഭക്ഷണം, മരുന്ന് എന്നിവയിൽ കൃത്രിമം ചേർക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ സ്വതക്ക കൊടുക്കുന്ന ആളായിരിക്കും, സക്കാത്ത് കൊടുക്കുന്ന ആളായിരിക്കും, അത് പൂഴ്ത്തി വെക്കുന്ന ആളായിരിക്കും, ചിലപ്പോ സമൂഹത്തിൽ വലിയ മാന്യനായിരിക്കും. ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ, പരസ്യം ചെയ്യുമ്പോൾ കൃത്രിമമായ പരസ്യം ചെയ്യാൻ പാടില്ല. ഉൽപ്പന്നങ്ങളെ കുറിച്ച് കള്ളം പറയരുത്. അമിതമായ സത്യം ചെയ്യൽ കച്ചവടത്തിന് ബർക്കത്തില്ലാതാക്കും. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, അമിതമായ സത്യം ഉണ്ടല്ലോ, അറബികളുടെ സ്ഥിരം സ്വഭാവമാണ് വല്ലാഹി 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആ വല്ലാഹി പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. വല്ലാഹി ഇത് നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിൽപ്പന ഉണ്ടല്ലോ, അമിതമായി നിങ്ങൾ ഒരിക്കലും ഈ സത്യം ചെയ്യൽ നിങ്ങൾക്ക് പാടുള്ളതല്ല. നല്ല മനുഷ്യനായിട്ട് അറിയപ്പെടുന്നതായിരിക്കും. തൊഴിലാളിക്ക് കൂലി കൊടുക്കൂല. ഒരു 5 കൂലി കൊടുക്കാത്ത അറബികൾ കേട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി വളരെ ഗൗരവത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആത്തുൽ അജീർ അജ്റു ഖൗലൻ യജുഫു അർഖു. തൊഴിലാളിക്ക് നിങ്ങൾ അതിന്റെ വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കുക. അത് ചെയ്യാതെ ബാധ്യത നിർവഹിക്കാതെ എന്ത് കാശ് കൊടുത്തിട്ട് എന്ത് കാര്യം, ധനം കൊടുത്തിട്ട് എന്ത് കാര്യമാണ്? ഈ ഉത്തരവാദിത്തം എന്നും അവിടെ നിൽക്കുകയാണ്. ആ ബാധ്യത മറ്റൊരു മക്കൾക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല. അതുപോലെ ഈ ബാധ്യത കുടുംബക്കാർക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ജീവിതത്തിലെ ഓരോ നിമിഷവും അള്ളാഹു നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള മുറാഖബ നമുക്ക് ആവശ്യമാണ് സുഹൃത്തുക്കളെ. ഹലാലായ കുറഞ്ഞ വരുമാനമാണ് ഹറാമായ വലിയ സമ്പാദ്യത്തെക്കാൾ നമുക്ക് ശ്രേഷ്ഠമായിട്ടുള്ളത്. ഒരു പ്രധാന വിഷയം, ഒരുപാട് സംഭവങ്ങളുണ്ട്. അബ്ദുറഹ്മാൻ ഔഫിന്റെ ഒരു സംഭവം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു സഹാബിയായിരുന്നു അബ്ദുറഹ്മാൻ ഔഫ്. അതിസമ്പന്നനായ വ്യാപാരിയായിരുന്നു അബ്ദുറഹ്മാൻ ഔഫ്. അദ്ദേഹത്തിന്റെ കച്ചവട ചരിത്രം കേവലം ഒരു പണം സമ്പാദിച്ച ചരിത്രം മാത്രമായിരുന്നില്ല, മറിച്ച് കഠിനാധ്വാനത്തിന്റെയും സത്യസന്ധതയുടെയും അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസത്തിന്റെയും ഉദാഹരണമാണ് അദ്ദേഹം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിന്റെ കച്ചവട ജീവിതം ഒരു പ്രധാന മാതൃകയാണ്. ശൂന്യതയിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ കച്ചവടം ആരംഭിച്ചത്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സമയത്ത് തന്റെ സമ്പാദ്യം മുഴുവൻ മക്കയിൽ ഉപേക്ഷിച്ച് പോരേണ്ടി വന്ന വ്യക്തിയാണ് അദ്ദേഹം. മദീനയിൽ എത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അൻസാരിയായ സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ സഹോദര ബന്ധത്തിലാക്കി. അവിടെ വന്ന മുഹാജിറുകളൊക്കെയും അൻസാരികളുടെ കൂടെ ഓരോരുത്തരെ ഏൽപ്പിക്കും. തൻ്റെ സന്തത സഹചാരിയായ അൻസാരി പറഞ്ഞു, എൻ്റെ പകുതി സ്വത്തും എൻ്റെ ഒരു വീടും ഞാൻ താങ്കൾക്ക് തരട്ടെ എന്ന് ചോദിക്കണ്ടേ. എന്നാൽ ഒരിക്കലും സഅദ് അതിന് തയ്യാറായില്ല എന്ന് മാത്രമല്ല,
എനിക്ക് മദീനയിലെ ചന്ത ഒന്ന് കാണിച്ചു തന്നാൽ മതി എന്നാണ് സഅദ് പറഞ്ഞത്. അങ്ങനെ നന്നായി കച്ചവടം ചെയ്യാൻ കെൽപ്പുള്ള കഴിവുള്ള സഅദ് റളിയല്ലാഹു അൻഹു വെറും കൈയോടെ ചന്തയിലൂടെ അദ്ദേഹം ചെല്ലുകയും പിന്നീട് വെണ്ണയും ഈത്തപ്പഴവും വാങ്ങി കച്ചവടം ആരംഭിച്ചു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അദ്ദേഹം വലിയ ധനാഢ്യനായി മാറുകയുണ്ടായി. ഇതിന് പിന്നിലെ ചില രഹസ്യങ്ങൾ അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്താണറിയാമോ? ലാഭം കുറച്ച് വാങ്ങുക, കച്ചവടം ധാരാളം ചെയ്യുക. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ തന്ത്രം. കൂടുതൽ ലാഭമെടുക്കാതെ സാധനങ്ങൾ വിറ്റഴിച്ചു. ഇത് കച്ചവടത്തിന്റെ തോത് വർദ്ധിപ്പിച്ചു. കടം വാങ്ങിയോ തവണകളായോ വിൽക്കുന്ന പരിപാടി ഒരിക്കലും സാധ്യതയില്ലായിരുന്നു. അതുപോലെ തന്നെ ഇടപാടുകൾ അതത് സമയത്ത് തന്നെ തീർത്തു പോകുന്ന സ്വഭാവമായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ കച്ചവടം എത്രത്തോളം വളർന്നു വലുതായി എന്ന് വെച്ചാൽ അദ്ദേഹം പറയും, ഞാനൊരു കല്ല് പൊക്കിയാൽ, ഒരു കല്ല് ഉയർത്തുകയാണെങ്കിൽ അതിൻ്റെ താഴെ സ്വർണമോ വെള്ളിയോ ഉണ്ടാവുന്നത് എനിക്ക് തോന്നിപ്പോകുന്നു എന്ന് അദ്ദേഹം പറയണം. അത്രയും വലിയ വികസനം വരുന്നിട്ടുണ്ടായിരുന്നത്. വെറുതെ അല്ല പണ്ഡിതന്മാർ ചർച്ച ചെയ്തത് കച്ചവടമാണോ ഏറ്റവും നല്ലത്, അതല്ല കൃഷിയാണോ എന്നൊക്കെ. മുസ്ലിങ്ങളുടെ പ്രധാനപ്പെട്ട 2 തൊഴിലാണ് കച്ചവടവും കൃഷിയും. അതിൽ വലിയ ബർക്കത്ത് അല്ലാഹു നൽകുകയും ചെയ്യും. ഒരിക്കൽ 700 ഒട്ടകങ്ങൾ, ആ ഒട്ടകങ്ങൾക്ക് വഹിക്കാവുന്ന ഭക്ഷണവും മദീനയിലെത്തിയപ്പോൾ മദീനയിൽ ആ സമയത്ത് സമ്പന്നനായ സഅദ് ചെയ്തതെന്നറിയാമോ? മദീനക്കാർ അത്ഭുതപ്പെട്ടു പോയി. ആ സമ്പാദ്യം മുഴുവൻ പാവപ്പെട്ട മദീനയിലെ ആളുകൾക്ക് അദ്ദേഹം വിതരണം ചെയ്യുകയാണ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാര് അവരുടെ സംരക്ഷണത്തിനായി വലിയ തുകകൾ സഅദ് റളിയല്ലാഹു അൻഹു കൊടുക്കുകയുണ്ടായി. ആയിരക്കണക്കിന് ദീനാറുകൾ അദ്ദേഹം സംഭാവന ചെയ്തു. മരണം വരെ അദ്ദേഹം ലാളിത്യമായിരുന്നുണ്ടായിരുന്നത്. പണക്കാരനാണെന്നുള്ള ചിന്ത അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. ലോകത്തുള്ള ഏറ്റവും വലിയ കോടീശ്വരനായി മാറിയ അദ്ദേഹം അങ്ങേയറ്റം വിനീതനായിരുന്നു. ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ തൻ്റെ മുമ്പിലുള്ള ഭക്ഷണം കൊണ്ടുപോയി വെക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഓർത്തുപോയൊരു സംഭവമുണ്ട് സുഹൃത്തുക്കളെ. ബദറും ഉഹദും ഖന്തഖും ഹുദൈബിയയും ഫത്ഹ് മക്കയും ഹുനൈനും ഒക്കെ എത്ര യുദ്ധങ്ങളെ പറ്റി അദ്ദേഹം ചിന്തിക്കുകയാണ്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസത്തെ ആഹാരത്തിന് വകയില്ലാതെ മദീനയിലെ തെരുവീതികളിൽ കൂടി ഇറങ്ങി നടന്നത് അദ്ദേഹം ഓർത്തു പോവുകയാണ്. ഭക്ഷണം മുമ്പിൽ കൊണ്ടുപോയി വെക്കുന്ന സന്ദർഭത്തിൽ കരഞ്ഞ സഅദിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മറമാടാൻ വേണ്ടി കഫൻകുടയില്ലാതെ കാല് മറച്ചാൽ തലമറക്കാൻ കഴിയുകയില്ല, തലമറച്ചാൽ കാല് മറക്കാൻ കഴിയുകയില്ല. ഒരാളെ മാത്രം മറമാടാൻ സാധിക്കാതെ 2-3 ആളുകൾ മറമാടേണ്ടി വരുന്ന ഗതികേട് കൊടുത്തിട്ട് സഅദ് റളിയല്ലാഹു അൻഹു കരഞ്ഞ ചരിത്രമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. തന്റെ മുമ്പിൽ കൊണ്ടുപോയി വെക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കണ്ടിട്ട് കരഞ്ഞ നിമിഷങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പലപ്പോഴും അദ്ദേഹത്തിന് ഗദ്ഗതത്തോടുകൂടി അല്ലാതെ ഭക്ഷണം കഴിക്കാൻ സാധിച്ചിരുന്നില്ല. ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ എണീറ്റ് പോകുന്ന സന്ദർഭങ്ങൾ വരെ സഅദിന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഒരാൾക്കും ഈ ലോകത്ത് ഒരു മാതൃകാ പുരുഷനായി കച്ചവടത്തിൽ കാണാൻ സാധിക്കുമെങ്കിൽ, ഏറ്റവും ഉള്ള ലാളിത്യത്തിന്റെ ആളായി കാണാൻ സാധിക്കുമെങ്കിൽ അത് സഅദ് റളിയല്ലാഹു അൻഹു ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ബിസിനസ് എന്ന് പറയുന്നത്. എത്രയും നമുക്ക് സമ്പാദിക്കാം, പക്ഷെ സമ്പാദിക്കുന്നത് ഹലാലായ മാർഗത്തിലൂടെ ആയിരിക്കണം. ഇല്ല എങ്കിൽ ഒരു ബാധ്യതയായി നിലനിൽക്കും. നമ്മൾ വിചാരിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ, ബാധ്യത എന്ന് പറയുന്നത്
വെറും കാശ് കടം കൊടുത്തിട്ട് അത് തിരിച്ചു കിട്ടാത്തത്, കൊടുക്കാൻ കഴിയാത്തത്, അത് മാത്രമല്ല ബാധ്യത എന്ന് പറയുന്നത്. ബാധ്യത എന്ന് പറയുന്നത് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ വലിയൊരു മേഖലയാണ്. അതിൽ പലതും തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത ബാധ്യതകളാണ്. അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിനകളാണ്. ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ബാധ്യതകൾ ഇല്ലായിരുന്നു പണ്ട് കാലഘട്ടത്തിൽ. കാരണം എത്ര നല്ല ആളായിരുന്നാൽ പോലും ബിസിനസ് രംഗത്ത് മോശമായി കഴിഞ്ഞാൽ മോശപ്പെട്ട പ്രവർത്തനം, മോശപ്പെട്ട ഭക്ഷണമാണ് കൊടുക്കുന്നതെങ്കിൽ, ഒരിക്കലും പാടില്ലാത്ത ഭക്ഷണങ്ങൾ, കൃത്രിമ ഭക്ഷണങ്ങളാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ വിന ഏത് കാലഘട്ടങ്ങളോളം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അഹ്ബറായ വ്യക്തിയായി എത്ര നിങ്ങൾ കഷ്ടപ്പെട്ട് പറഞ്ഞിട്ടും അള്ളാഹുവിനോട് കൂടി ചടകുത്തി ശരീരത്തിൽ മുഴുവൻ പൊടി പുരണ്ട് യാ റബ്ബി യാ റബ്ബി യാ റബ്ബി എന്ന് പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ നമ്മുടെ മത്അമുഹു ഹറാം, അവന്റെ ഭക്ഷണം ഹറാമാണ്. മശ്റബുഹു ഹറാം, പാനീയം ഹറാമാണ്. ഹറാം അന്നാ യുസ്തജാബു ലഹു, എങ്ങനെ ഉത്തരം കിട്ടും? അപ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, എന്തുകൊണ്ട് നമുക്ക് ഉത്തരം കിട്ടുന്നില്ല? ഇന്നത്തെ കാലഘട്ടത്തിൽ ആരുടെ വസ്ത്രമാണ് നമ്മൾ ഹറാമാക്കിയത്? നമ്മളെ മക്കൾക്ക് ഇട്ടുകൊടുത്തു, മക്കളത് വീണ്ടും വലുതായി. ആ ബാധ്യത എന്നും നമ്മൾ നിലനിൽക്കുന്നുണ്ട്. അവൻ ഭക്ഷണം കഴിച്ചു, അനർഹന്മാരുടെ ഭക്ഷണം മക്കൾ കൊടുത്തെങ്കിൽ അതിലുണ്ടാകുന്ന സന്താനങ്ങളിലേക്കൊക്കെ അതിൻ്റെ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ഇങ്ങനെ കൈമാറിക്കൊണ്ടേയിരിക്കും. എത്രയെത്ര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ചന്തകളിൽ, അന്നത്തെ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി കച്ചവടക്കാരായിരുന്നു, ഏറ്റവും നല്ല കച്ചവടക്കാരായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദർ റളിയല്ലാഹു അൻഹു ആ യുവാവിനെ കച്ചവടത്തിന് നിയോഗിച്ച് നമുക്കറിയാൻ സാധിക്കും. അങ്ങനെ നല്ല രീതിയിൽ കച്ചവടം ചെയ്ത് ബിസിനസ് ചെയ്ത് ജീവിതത്തിലുടനീളം ധാരാളം സമ്പാദിക്കാനും ഭക്ഷണം ഹലാലാക്കാനും വസ്ത്രം ഹലാലാക്കാനും പാനീയങ്ങൾ ഹലാലാക്കാനും